ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒട്ടും കെയർ വേണ്ടാതെ നന്നായി പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും, യെസ്റ്റർഡേ ടുഡേ ടുമാറോ. ഈ ചെടിയുടെ പൂക്കൾക്ക് 3 ദിവസങ്ങളിലായി നിറം മാറുന്ന പ്രത്യേകതയുണ്ട്. ആദ്യം കടും വയലറ്റ് നിറത്തിൽ വിരിയുന്നു, പിന്നീട് അത് ലാവൻഡർ നിറത്തിലേക്ക് മാറും, ഒടുവിലത് വെളുത്ത നിറമാകുന്നു. ഇങ്ങനെ ഒരു ചെടിയിൽ പല നിറങ്ങളിലുള്ള പൂക്കൾ കാണാൻ സാധിക്കും. പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞ് നന്നായി പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം പുതിയ തളിർപ്പുകൾ ഉണ്ടാവുകയും അതിൽ നിറയെ പൂവുകൾ ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ ചെടിയിൽ പൂക്കളുണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെടി നട്ടു കൊടുത്തിട്ട് ആദ്യമൊക്കെ ഓരോ പൂവുകൾ വീതമേ ഉണ്ടാവത്തുള്ളായിരുന്നു. ഇപ്പോൾ ചെടി വലുതാവും തോറും ഒരുപാട് പുതിയ തളിർപ്പുകൾ ഉണ്ടായി വരുന്നുണ്ട്. അതിലെല്ലാം മുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഒരു കുലയിൽ തന്നെ കുറേ മുട്ടുകൾ വീതമാണ് ഉണ്ടായി വരുന്നത്. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വലിപ്പമുള്ള പൂക്കളാണ്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല കടുത്ത പച്ച നിറമാണ്. വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്നിടവിട്ട് നനച്ചു കൊടുക്കാറുണ്ട്. മറ്റ് ചെടികളെ പോലെ അധികം കെയർ ഒന്നും വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചാണകപ്പൊടിയാണ് ഞാനിതിന് വളമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പൂക്കൾ പിറ്റേ ദിവസം ഇതിൻ്റെ കളർ മാറി വരുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോയാണ്. പൂക്കളുടെ കളറ് ലാവൻഡർ ഷെയ്ഡിൽ നിന്ന് വൈറ്റ് ഷെയ്ഡിലേക്ക് മാറി വരുന്നുണ്ട്.